രാജസ്ഥാൻ ഉത്തരാഖണ്ഡ് മതപരിവർത്തന നിരോധന നിയമം ഗൂഢലക്ഷ്യത്തോടെയാണെന്ന് തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ. ജീവപര്യന്തം തടവും 1 കോടി രൂപ പിഴയും വ്യവസ്ഥ ചെയ്യുന്ന രാജസ്ഥാൻ നിയമവും സമാനമായ ശിക്ഷാവിധികൾ വ്യവസ്ഥ ചെയ്യുന്ന ഉത്തരാഖണ്ഡ് നിയമവും പാകിസ്ഥാൻ പോലെയുള്ള മതാധിഷ്ഠിത രാജ്യങ്ങളിലെ മതനിന്ദാ നിയമത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് എന്നും പാസ്റ്ററൽ കൗൺസിൽ ചൂണ്ടിക്കാട്ടി. രാജ്യത്ത് 12ഓളം സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് ഈ അടുത്ത നാളുകളിൽ രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കിയ മതപരിവർത്തന നിരോധന നിയമം അത്യന്തം അപലപനീയവും പ്രതിഷേധാർഹവുമാണെന്ന് തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ അഭിപ്രായപ്പെട്ടു. നിർബന്ധിത മതപരിവർത്തനം സഭ അംഗീകരിക്കുന്നില്ല. ജീവപര്യന്തം തടവും 1 കോടി രൂപ പിഴയും വ്യവസ്ഥ ചെയ്യുന്ന രാജസ്ഥാൻ നിയമവും സമാനമായ ശിക്ഷാവിധികൾ വ്യവസ്ഥ ചെയ്യുന്ന ഉത്തരാഖണ്ഡ് നിയമവും പാകിസ്ഥാൻ പോലുള്ള മതാധിഷ്ഠിത രാജ്യങ്ങളിലെ മതനിന്ദാ നിയമത്തെ ഓർമ്മിപ്പിക്കുന്നതും ഇന്ത്യയുടെ ഭരണഘടനയുടെ മതേതര മൂല്യങ്ങൾക്ക് നിരക്കാത്തതുമാണ്. രാജ്യത്തെ ഫാസിസ്റ്റ് വഴികളിലൂടെ നയിക്കുന്ന മതപരിവർത്തന നിരോധന നിയമങ്ങൾ മതന്യൂനപക്ഷങ്ങൾക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നതും അരക്ഷിതബോധം സൃഷ്ടിക്കുന്നതുമാണെന്നും അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ വിമർശിച്ചു. അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിച്ചു. ആനുകാലിക സാമൂഹ്യ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും സുവിശേഷവൽക്കരണവും എന്ന വിഷയം പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന ചർച്ചകളിൽ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ മോഡറേറ്ററായിരുന്നു. സെപ്റ്റംബർ 21 സംഘടിപ്പിച്ചിരിക്കുന്ന സമുദായ ജാഗ്രതാ സദസ്സ് വിജയിപ്പിക്കാൻ യോഗം പ്രതിജ്ഞയെടുത്തു. അതിരൂപത വികാരി ജനറൽമാരായ മോൺസഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ, മോൺസഞ്ഞോർ ജോസ് കോനിക്കര, അതിരൂപത ചാൻസലർ റെവറൻഡ് ഡോക്ടർ ഡൊമിനിക് തലക്കോടൻ, പാസ്റ്ററൽ കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി LC വിൻസെന്റ്, NP ജാക്സൺ എന്നിവരും പ്രസംഗിച്ചു. അധ്യാപകരുടെ നിയമനാംഗീകാര പ്രശ്നത്തിൽ സർക്കാർ നിലപാട് നീതിരഹിത വിവേചനമാണെന്നും യോഗം വിലയിരുത്തി. ഷെക്കേന ന്യൂസ്, തൃശൂർ.